ഹലോ ഓൾ, എല്ലാവർക്കും ബോട്ടണി മാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് HSA നാച്ചുറൽ സയൻസിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് PSC 2016 നടത്തിയിട്ടുള്ള ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നമുക്കൊന്ന് നോക്കിപ്പോവാം. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ചോദ്യം: കോശചക്രത്തിലെ വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്നത്. കോശചക്രത്തിലെ വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി, കൈനേസ്. അടുത്ത ചോദ്യം: ജിങ്കോ ബൈലോബ ഏത് സസ്യത്തിൻ്റെ പ്രത്യേകതയാണ്? ജിങ്കോ ബൈലോബ ഏത് സസ്യത്തിൻ്റെ പ്രത്യേകതയാണ്? ഓപ്ഷൻ ബി, ജീവിക്കുന്ന ഫോസിൽ. കുട്ടികളിൽ തൈറോക്സിൻ ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. കുട്ടികളിൽ തൈറോക്സിൻ ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്രെറ്റനിസം. ഓപ്ഷൻ എ, ക്രെറ്റനിസം. ചാക്രികമല്ലാത്ത പ്രകാശ പ്രതിപ്രവർത്തനത്തിലൂടെ നിർമ്മിക്കുന്നു. ചാക്രികമല്ലാത്ത പ്രകാശ പ്രതിപ്രവർത്തനത്തിലൂടെ നിർമ്മിക്കുന്നു. ഓപ്ഷൻ ബി, ATPയും NADPHും. സിക്കിൾ സെൽ അനീമിയ രോഗികളിൽ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡിനു പകരം കാണുന്നത്. സിക്കിൾ സെൽ അനീമിയ രോഗികളിൽ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡിനു പകരം കാണുന്നത് വാലിൻ. ഓപ്ഷൻ എ, വാലിൻ. ജലസസ്തനികളിൽ കാണുന്ന അനുകൂലനം അല്ലാത്തത് ഏത്? ജലസസ്തനികളിൽ കാണുന്ന അനുകൂലനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി, ചുരുങ്ങിയ ഉമിനീർ ഗ്രന്ഥി. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരിൽ പ്രധാനപ്പെട്ടത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരിൽ പ്രധാനപ്പെട്ടത്. ഓപ്ഷൻ ഡി, പ്ലവസസ്യങ്ങൾ. പ്രാണികൾ മൂലം പരാഗണം നടക്കുന്ന പൂക്കളുടെ പ്രത്യേകതയാണ്. പ്രാണികൾ മൂലം പരാഗണം നടക്കുന്ന പൂക്കളുടെ പ്രത്യേകതയാണ്. ഓപ്ഷൻ ഡി, ആകർഷകമായ നിറവും തേനുമുള്ളവ. ആകർഷകമായ നിറവും തേനുമുള്ളവ. അടുത്തത്: മാലിന്യങ്ങൾ അധികമായി നിക്ഷേപിക്കുന്ന ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതിനുള്ള കാരണം. മാലിന്യങ്ങൾ അധികമായി നിക്ഷേപിക്കുന്ന ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതിനുള്ള കാരണം. BOD കൂടുന്നു, ഓക്സിജന്റെ അളവ് കുറയുന്നു. ഓപ്ഷൻ എ, BOD കൂടുന്നു, ഓക്സിജന്റെ അളവ് കുറയുന്നു. ഫ്ലോയം കലകളിൽ ആഹാര സംവഹനം നടക്കുന്നത്. ഫ്ലോയം കലകളിൽ ആഹാര സംവഹനം നടക്കുന്നത്. ഓപ്ഷൻ ബി, സീവ് നാളി. ഓപ്ഷൻ ബി, സീവ് നാളി. പ്രോട്ടീൻ നിർമ്മാണ ഘട്ടത്തിൽ ഉൾപ്പെടുന്ന ടെർമിനേഷൻ കോഡോൺ അല്ലാത്തത്. പ്രോട്ടീൻ നിർമ്മാണ ഘട്ടത്തിൽ ഉൾപ്പെടുന്ന ടെർമിനേഷൻ കോഡോൺ അല്ലാത്തത്. ഓപ്ഷൻ സി, CGA. കോശവിഭജനത്തിൽ DNA ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടമാണ്. കോശവിഭജനത്തിൽ DNA ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടമാണ്. ഓപ്ഷൻ ബി, സിന്തറ്റിക് ഘട്ടം. ഓപ്ഷൻ ബി, സിന്തറ്റിക് ഘട്ടം. പാറ്റയുടെ ശ്വസന അവയവമായ ട്രക്കിയയുടെ പുറത്തേക്ക് തുറക്കുന്ന സുഷിരങ്ങളാണ്. പാറ്റയുടെ ശ്വസനാവയവമായ ട്രക്കിയയുടെ പുറത്തേക്ക് തുറക്കുന്ന സുഷിരങ്ങളാണ്. ഓപ്ഷൻ സി, സ്പൈറക്കിളുകൾ. ഓപ്ഷൻ സി, സ്പൈറക്കിളുകൾ. സാധാരണ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ തോത്. സാധാരണ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ തോത്. ഓപ്ഷൻ എ, 10 ഡെസിബൽ. ഓപ്ഷൻ എ, 10 ഡെസിബൽ. ഭ്രൂണത്തിന്റെ ഫേറ്റ് മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ആണ്. ഭ്രൂണത്തിന്റെ ഫേറ്റ് മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ആണ്. ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഓപ്ഷൻ ഡി, ഇവയെല്ലാം. 36. പ്ലാസ്മ സ്തരത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക് മാതൃക ആവിഷ്കരിച്ചത്. പ്ലാസ്മ സ്തരത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക് മാതൃക ആവിഷ്കരിച്ചത്. ഓപ്ഷൻ ബി, സിംഗർ നിക്കോൾസൺ. സിംഗർ നിക്കോൾസൺ. അടുത്തത്: അമ്ലമഴയ്ക്ക് കാരണമായ ആസിഡുകൾ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അമ്ലമഴയ്ക്ക് കാരണമായ ആസിഡുകൾ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഓപ്ഷൻ ഡി, ഹൈഡ്രോക്സിൽ റാഡിക്കൽ. ഓപ്ഷൻ ഡി, ഹൈഡ്രോക്സിൽ റാഡിക്കൽ. അടുത്തത്: എൻഡമിക് വിഭാഗത്തിലുള്ള ജീവജാലങ്ങൾ അധികമായി കാണുന്ന പ്രദേശമാണ്. എൻഡമിക് വിഭാഗത്തിലുള്ള ജീവജാലങ്ങൾ അധികമായി കാണുന്ന പ്രദേശമാണ്. ഓപ്ഷൻ എ, ഹോട്ട്സ്പോട്ട്. ഓപ്ഷൻ എ, ഹോട്ട്സ്പോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ: യൂട്രോഫിക്കേഷൻ മൂലം ജലത്തിൽ ഇവയുടെ അളവ് കൂടുന്നു. യൂട്രോഫിക്കേഷൻ മൂലം ജലത്തിൽ ഇവയുടെ അളവ് കൂടുന്നു. ഓപ്ഷൻ സി, നൈട്രേറ്റും ഫോസ്ഫേറ്റും. നൈട്രേറ്റും ഫോസ്ഫേറ്റും. അടുത്ത ക്വസ്റ്റ്യൻ:
PSC ക്യാൻസൽ ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുരുഷ ബീജത്തിന്റെ അക്രോസോം എന്ന ഭാഗം രൂപപ്പെടുന്നത്. പുരുഷ ബീജത്തിന്റെ അക്രോസോം എന്ന ഭാഗം രൂപപ്പെടുന്നത് ഓപ്ഷൻ സി ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സ്. അടുത്തത്, മനുഷ്യനിൽ അചല സന്ധികൾ കാണപ്പെടുന്ന ഭാഗം. മനുഷ്യനിൽ അചല സന്ധികൾ കാണപ്പെടുന്ന ഭാഗം ഓപ്ഷൻ ബി തലയോട്. ഓപ്ഷൻ ബി തലയോട്. അടുത്തത്, റിട്രോ വൈറസുകളിൽ RNA-യിൽ ഇരട്ട ഇഴകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്ന എൻസൈമാണ്. റിട്രോ വൈറസുകളിൽ RNA-യിൽ ഇരട്ട ഇഴകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്ന എൻസൈമാണ് ഓപ്ഷൻ ഡി റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഓപ്ഷൻ ഡി റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേതമാണ്. ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേതമാണ് ഓപ്ഷൻ എ കാശിരംഗ. ഓപ്ഷൻ എ കാശിരംഗ. അടുത്ത ക്വസ്റ്റ്യൻ, പരാദജീവികളുടെ സവിശേഷതകളിൽ പെടാത്തത്. പരാദജീവികളുടെ സവിശേഷതകളിൽ പെടാത്തത് ഓപ്ഷൻ ബി ആതിഥേയരുടെ വലിപ്പം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ആതിഥേയരുടെ വലിപ്പം ക്രമാതീതമായി വർദ്ധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകളാണ്. രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകളാണ് ഓപ്ഷൻ ബി അണലി. അടുത്ത ക്വസ്റ്റ്യൻ, മുതിർന്ന ആളുകളുടെ അസ്ഥികൾക്ക് കാഠിന്യം കൂടുതൽ അനുഭവപ്പെടുവാനുള്ള കാരണം. മുതിർന്ന ആളുകളുടെ അസ്ഥികൾക്ക് കാഠിന്യം കൂടുതൽ അനുഭവപ്പെടാനുള്ള കാരണം ഓപ്ഷൻ ഡി കാൽസ്യം ലവണം. ഓപ്ഷൻ ഡി കാൽസ്യം ലവണം. ക്രോമസോമുകളുടെ എണ്ണം ഊനഭംഗത്തിൽ പകുതിയായി കുറയുന്നത് കൊണ്ട് ക്രോമസോമുകളുടെ എണ്ണം ഊനഭംഗത്തിൽ പകുതിയായി കുറയുന്നത് കൊണ്ട് ഓപ്ഷൻ സി ഒരു ജീവിവർഗത്തിന്റെ ക്രോമസോം എണ്ണം സ്ഥിരമായി നിലനിൽക്കുന്നു. ഒരു ജീവിവർഗത്തിന്റെ ക്രോമസോം എണ്ണം സ്ഥിരമായി നിലനിൽക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്കോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്. മൈക്കോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഓപ്ഷൻ എ ഫംഗസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്വിബീജ പത്രസസ്യങ്ങളിൽ കാണുന്ന ട്രിപ്ലോയിഡ് കോശം. ദ്വിബീജ പത്രസസ്യങ്ങളിൽ കാണുന്ന ട്രിപ്ലോയിഡ് കോശം ഓപ്ഷൻ ബി ബീജാനം. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങൾക്ക് ആവശ്യമായ ഒരു സൂക്ഷ്മ പോഷകമാണ്. സസ്യങ്ങൾക്ക് ആവശ്യമായ ഒരു സൂക്ഷ്മ പോഷകമാണ് ഓപ്ഷൻ ഡി മാംഗനീസ്. ഓപ്ഷൻ ഡി മാംഗനീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് മുളയ്ക്കാതിരിക്കാൻ ഭ്രൂണത്തിന്റെ വളർച്ചാ ഘട്ടത്തിൽ നശിപ്പിക്കുന്ന പ്രക്രിയയാണ്. വിത്ത് മുളയ്ക്കാതിരിക്കാൻ ഭ്രൂണത്തിന്റെ വളർച്ചാ ഘട്ടത്തിൽ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ സി ടെർമിനേഷൻ ടെക്നോളജി. ടെർമിനേഷൻ ടെക്നോളജി. അടുത്ത ക്വസ്റ്റ്യൻ, ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഓപ്പറോണിന്റെ പ്രവർത്തനത്തിന്. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഓപ്പറോണിന്റെ പ്രവർത്തനത്തിന് ഓപ്ഷൻ ബി ട്രിപ്റ്റോഫാൻ ആവശ്യമില്ല. ട്രിപ്റ്റോഫാൻ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, നൈട്രജൻ ചക്രത്തിൽ ഉൾപ്പെടാത്തത്. നൈട്രജൻ ചക്രത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്രസ്വദിന സസ്യത്തിന് ഉദാഹരണം. ഹ്രസ്വദിന സസ്യത്തിന് ഉദാഹരണം ഓപ്ഷൻ എ സോയാബീൻ. അടുത്ത ക്വസ്റ്റ്യൻ, അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ഓപ്ഷൻ ഡി ശ്വാസകോശ ധമനി. അടുത്ത ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഫലമായി ജനങ്ങളിലുണ്ടായ മനോഭാവമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഫലമായി ജനങ്ങളിലുണ്ടായ മനോഭാവമാണ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ അല്ലാത്തത്. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ അല്ലാത്തത് ഓപ്ഷൻ സി അസെറ്റോമൈസിൻ. ഓപ്ഷൻ സി അസെറ്റോമൈസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ, നീർക്കെട്ട് ബാധിച്ച കാലുകൾ എന്നിവ ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ, നീർക്കെട്ട് ബാധിച്ച കാലുകൾ എന്നിവ ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഓപ്ഷൻ ബി ക്വാഷിയോക്കർ. ഓപ്ഷൻ ബി ക്വാഷിയോക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഓപ്ഷൻ ഡി വിറ്റാമിൻ കെ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.